ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സദ്യയുടെ റെസിപ്പി കാളൻ. ഇപ്പം നിങ്ങൾക്ക് വിഷുവിനോ ഓണത്തിനോ അല്ലെങ്കിൽ അല്ലാതെ ട്രഡീഷണൽ സദ്യയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണ് കാളൻ. അപ്പോൾ നമുക്ക് കാളൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ ചേനയും കായുവ യൂസ് ചെയ്യുന്നതൊക്കെ. കായ വെച്ചാൽ നമ്മൾ ഈ അവിയലിടുന്ന കായല്ല, ഇതില്ലേ ഈ ഏത്തപ്പഴം, അതിൻ്റെ പച്ച, ഓക്കെ, ഗ്രീൻ പ്ലാന്റേൻ, അതാ ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു കപ്പ് ചേന ഇങ്ങനെ സ്ക്വയറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഈ കായ ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് വരണം. ഞാൻ ഈ കായയുടെ പകുതി കായ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് തന്നെ ഒരു കപ്പ് അരിഞ്ഞു വന്നപ്പോൾ ഒരു കപ്പ് കഷ്ണം ഉണ്ടായിരുന്നു. അതുപോലെ ഈ ചേനയും ഒരു കപ്പ് ഉണ്ട്, കായും ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളൊരു മീഡിയം സൈസ് അല്ലെങ്കിൽ ചെറിയ കായ എടുത്തിട്ട് ഇതുപോലെ സ്ക്വയറിൽ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് കറിയൊക്കെ ഒന്ന് പോയിട്ട് വരും. അപ്പം നിങ്ങൾ ഇതുപോലെ ചേന തൊലിയൊക്കെ കളഞ്ഞ് സ്ക്വയറിൽ കട്ട് ചെയ്ത് വെക്കുക. ഈ സൈസിൽ കഷ്ണം മതി കേട്ടോ, ഒത്തിരി വലുതാക്കല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഈ ചേനയും കായുടെ കലത്തിലൊക്കെ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പോൾ കുക്ക് ചെയ്യുമ്പം ഇടാനുള്ളതാണ് ഈ പെപ്പർകോൺസ്, കുരുമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി. ഈ കുരുമുളക് ഞാൻ മുഴുവനായിട്ടുള്ള എടുത്തേക്കുന്നത്. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തിടുമ്പോൾ നല്ല മണമായിരിക്കും ഇത് ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇതുപോലെ ഹോൾ കുരുമുളക് എടുക്കാൻ നോക്കുക. എന്നിട്ടൊന്ന് നമ്മൾ ഈ കുക്ക് ചെയ്യുമ്പോൾ അതിനകത്തിട്ട് ക്രഷ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കുരുമുളക്, പിന്നെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തേങ്ങ അരിക്കുമ്പോൾ ഇടാനുള്ള സാധനങ്ങൾ ഒരു ടീസ്പൂൺ ക്യുമിൻ പൗഡറും 3/4 ടീസ്പൂൺ ടർമറിക് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഞാൻ തേങ്ങ എന്ന് വെച്ചാൽ ഒരു 3/4 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. 3/4 കപ്പ് തേങ്ങയും ഇത് രണ്ടും കൂടി ഇട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഈ അരയ്ക്കുമ്പോൾ ഒത്തിരി വെള്ളം നിങ്ങൾ യൂസ് ചെയ്യല്ലോ. ഓക്കെ, ഒത്തിരി വെള്ളത്തിൽ അരച്ചെടുക്കല്, കുറച്ച് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. ഓക്കെ, പിന്നെ ഞാൻ നല്ല കട്ടിയായിട്ടുള്ള തൈര് എടുത്ത് വെച്ചിരിക്കണം. ഓക്കെ, കട്ടി തൈര്. ഈ തൈരെന്ന് വെച്ചാൽ ചെറിയൊരു പുളി ഉണ്ടെങ്കിൽ ഒരു രസമായിരിക്കും ഈ കാളൻ ഉണ്ടാക്കി വരുമ്പം. 1.5 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള വെച്ചാൽ സാൾട്ട് വേണം അല്ലേ. ലാസ്റ്റ് സ്റ്റെപ്പ് വെച്ചാൽ ഇത് കടുക് വറുത്തിടണം. ഓക്കെ, എൻ്റെ കോക്കനട്ട് ഓയിൽ എടുത്ത് വെച്ചിരിക്കണം. 2-3 റെഡ് ചില്ലി, ഒരു 1/2 ടീസ്പൂൺ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വെച്ചിട്ട് ഈ ഫെനുഗ്രീക്ക് ഉലുവ പൊടിയുണ്ട്, ഓൾ ഉലുവ, മുഴുവനായിട്ടുള്ള ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് കറി ലീഫ് വേണം. ഇത് നമ്മൾ സീസണിങ് ചെയ്തിരുമ്പോൾ കുറച്ച് കറി ലീഫൊക്കെ ഇട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു കുറുക്ക് കാളൻ ഉണ്ടാക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഞാൻ ഇതൊന്ന് എടുത്ത് ഒരു കലത്തിലോട്ട് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാനിത് വെള്ളത്തിൽ വെച്ചിരിക്കുന്ന പണ്ടൊക്കെ ഉള്ളവർ എന്താ പറയണത്, ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ ഈ കായ്ക്കകത്തൊരു കറ പോലെ വരും അല്ലേ, അതിങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് കലത്തിൽ ഓക്കെ കായിട്ടു. നമുക്കിടാനുള്ളത് ചേനയുണ്ട് അല്ലേ, മഞ്ഞപ്പൊടിയും ഇതില്ലേ കുരുമുളകും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഓക്കെ, കുരുമുളക് ഇതിനകത്ത് വെച്ച് ചതച്ചെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഈ കുരുമുളക് ഇങ്ങനെ വോളായിട്ടുള്ള കുരുമുളക് ചതച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. ചിലരാണെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടും ഇത് വേവിക്കുമ്പോൾ. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മുളക് പൊടി, ഒരു പിഞ്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട്. ഞാൻ പക്ഷേ ഇത് ഫുള്ളും ഇതിനകത്ത് ശരിക്കും കുരുമുളക് മാത്രമേ ഉള്ളൂ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും യൂസ് ചെയ്യാം. ഓക്കെ, കുരുമുളക് പൊടിച്ചതിനകത്ത് ഇടാം. ഞാൻ ഇതിനകത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്ത് ഇത് അടച്ച് വെച്ചിട്ട് പിന്നെ ഇത് അവിടെ ഇരുന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് വരട്ടെ. ഓക്കെ, ഇത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഇത് അടച്ച് വെച്ചേക്കാം, നന്നായിട്ട് വെന്ത് വരട്ടെ. ഇങ്ങനെ ഒത്തിരി അങ്ങനെ ഉടയൊന്നും വേണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇത് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി എടുക്കുന്നതേ ഉള്ളൂ. ഒത്തിരി അങ്ങനെ കട്ടിയായിട്ടുള്ള തൈര് നമ്മൾ ഇതിന് വേണ്ടത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉടയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, പിന്നെ
അവിടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കിത് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ തേങ്ങ അരിച്ചെടുക്കുമ്പം ഒത്തിരി വെള്ളം ഒഴിച്ച് അരിക്കല്ലോ. ഓക്കെ, ആവശ്യത്തിന് ഒഴിച്ചോ. മിക്സിയിലാണെങ്കിൽ മിക്സി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒത്തിരി വെള്ളം ഒഴിച്ച് അരിക്കരുത്. ഓക്കെ, എന്നുവെച്ചാൽ നമ്മളിത് കുറുക്കുകളിനെ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒത്തിരി വെള്ളം വേണ്ട. പിന്നെ ഇതിപ്പം കഷ്ണം വെന്തിട്ട് ഞാൻ തൈര് ഒഴിക്കും. ഓക്കെ, തൈര് ഒഴിച്ചിട്ട് പിന്നെയുള്ള ലാസ്റ്റാണ് ഈ അരപ്പിടുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒത്തിരി വെള്ളം ഒഴിച്ച് അരക്കരുത്. ഓക്കെ, അപ്പോൾ ആദ്യം വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ അടിച്ചെടുക്കുക. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ ഒത്തിരി വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. അരപ്പ് ഇതേപോലെ അരച്ചെടുക്കുക. നമുക്ക് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോ എന്നൊക്കെ. ഓക്കെ, രണ്ടായിരത്തിങ്ങനെ ഉടയുന്നുണ്ട് നന്നായിട്ട്. ഇതുണ്ടോ, ഇനി അങ്ങ് പോകുന്നുണ്ട്. 2 കഷ്ണം ആവുന്നുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ, ചേനയും കായും, അപ്പോൾ നിങ്ങൾ ഇതുപോലെ കായും ചേനയും വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഞാനിതങ്ങ് ലോ ഫ്ലെയിമിലാക്കാൻ പോകും. ഓക്കെ, അപ്പോൾ ഉപ്പുണ്ടോയെന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ഒരു 5 മിനിറ്റായിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചേക്കും. ലോ ഫ്ലെയിം വെച്ചാൽ ഉണ്ട് ഇത്രയും ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ, ചെറിയ ഫ്ലെയിം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 7 മിനിറ്റ്സ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചേക്കോട്ടെ. ലോ ഫ്ലെയിംസ് ഞാൻ കാണിച്ചു തന്നില്ല. ഇത് ഇത്രയും ഇങ്ങനെ ചെറിയ തീയിൽ. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്കിനി തൈര് ഒഴിക്കണം. തൈര് ഒഴിക്കുമ്പോൾ ഒട്ടും ചൂട് നത്ത് പാടില്ല. ഓക്കെ, ചെറിയ ചൂടേ ആവും. ഓക്കെ, വെറും ചെറിയ ചൂടൊക്കെ. അതിൻ്റെ ചൂടൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ പോയിട്ടുണ്ട്. നമുക്കിനി പയ്യെ തൈരിനകത്തോട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, തൈര് അതിനകത്തോട്ട് പയ്യെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. ഓക്കെ, തൈര് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഇതിനകത്ത് ചൂടുള്ളതുകൊണ്ട് ചൂടിങ്ങനെ അതിനകത്തോട്ട് വരല്ലേ, ഇരുന്ന് ചൂടാവില്ലേ തൈരൊക്കെ. പിന്നെ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ കാളൻ നേരത്തെയൊക്കെ ഉണ്ടാക്കി വെക്കാം ഈ സദ്യക്കൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം അന്ന് ഉണ്ടാക്കണമെന്നൊന്നുമില്ല. ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം ഫ്രിഡ്ജിലൊക്കെ വെച്ചേക്കുവാണെങ്കിൽ നിങ്ങൾ അത് നേരത്തെ എടുത്ത് പുറത്ത് വെക്കാൻ നോക്കുക. ഓക്കെ, ചൂടാക്കി എടുക്കല്ലേ ഈ കാളന്. ഓക്കെ, ഇപ്പം തീ കുറച്ച് വെച്ച് അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഇതിങ്ങനെ കുറുകി വരുന്നുണ്ടല്ലോ. ഓക്കെ, ഒത്തിരി വെള്ളമൊഴിച്ച് വേവിക്കാതെയും പിന്നെ തൈരിൽ വെള്ളം ഒഴിക്കാതെയൊക്കെ നന്നായിട്ട് വേഗത്തിൽ കുറുകി വരും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ അരപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് ഇളക്കണം. ഞാൻ ഓൾറെഡി ഫ്ലെയിം കുറച്ച് വെച്ചേക്കുക. ഓക്കെ, ഞാനിതിപ്പോൾ ഒരു 4 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞ് നന്നായിട്ട് ഇളക്കുക, അല്ലെങ്കിൽ അത് പിരിഞ്ഞിട്ട് പോകും. ഓക്കെ, ചൂടിങ്ങനെ തട്ടാൻ പാടില്ല. ഓക്കെ, തൈരിൽ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇങ്ങനെ കുറുകി വരുന്നുണ്ടോ. ഇനിയിപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാൻ പോവാം. ഓക്കെ, ഓഫ് ചെയ്തു. ഇളക്കി കൊടുക്കുകയെന്ന് വെച്ചാൽ പറയുന്നത് വെച്ചാൽ അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. ഓക്കെ, തൈര് ചിലപ്പോൾ ചൂട് കൊണ്ട് പിരിഞ്ഞു പോകും. ഇപ്പം ഈ കലത്തിലിങ്ങനെ തൈര് ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഒരേ സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പം ചിലപ്പോൾ തൈര് പിരിഞ്ഞു വരും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ. ഓക്കെ, ഇച്ചിരി ക്ഷമയോടുകൂടി വേണം ഈ കാളനൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ശരിക്കും ഈ കലത്തിൽ വെക്കുമ്പോൾ ഇങ്ങനെ കുറുകി വരും. ഓക്കെ, ഓൾമോസ്റ്റ് രണ്ട് കുറുകി വന്നിട്ടുണ്ട്. കുറുക്ക് കാളനാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചൂടിൽ നിന്ന് മാറ്റി വെക്കാം. ഓക്കെ, നല്ല തിക്കായിട്ടുള്ള തൈര് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ അരച്ചെടുക്കുന്ന അരപ്പിലാണെങ്കിൽ ഒത്തിരി വെള്ളം ചേർക്കാതിരിക്കുക. അങ്ങനെയൊക്കെ വന്ന് നന്നായിട്ടുള്ള അടിപൊളി കുറുക്ക് കാളൻ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ചു. ഓക്കെ, നമുക്ക് കടുക് വറുത്തിടാം. പാത്രം വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കടുകും മുളകും ഒക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് കടുകും മുളകും ഇട്ട് പിന്നെ നമ്മൾ ആ ബോൾ എന്താ പറയുന്നത് ഉലുവ എടുത്ത് വെച്ചിട്ടില്ല അതും. ഓക്കെ, അതൊന്ന് വറക്കാം. എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഇത് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, വെളിച്ചെണ്ണ ചൂടായിട്ട് ഇട്ട് കൊടുത്ത വേഗത്തിൽ അത് പൊട്ടി വരും. ഓക്കെ,
ഞാൻ ഉലുവ നന്നായിട്ട് വറുത്ത് നോക്കുക. നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ. ഉലുവപ്പൊടി ഈ കടീൻ്റെ പുറത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കഴിയുമ്പോൾ എടുത്ത് വെച്ചിട്ട് കറിയിൽ കടുകും മുളകൊക്കെ വറുത്ത് ഉലുവപ്പൊടി ഇട്ട് നന്നായിട്ട് വറുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കടുക് വറുത്ത് ഇങ്ങനെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാളൻ റെഡിയായി. കുറുക്ക് കാളൻ ഉണ്ടോ? അങ്ങനെ അടിപൊളിയായിട്ടുള്ള കുറുക്ക് കാളൻ റെഡിയായി. ഇപ്പോൾ ഉലുവായും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കുറുക്ക് കാളന്. അപ്പം ഞാൻ പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ സദ്യക്കൊക്കെയാണ് ഇപ്പോൾ നേരത്തെയൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ ഒക്കെ വെക്കാം. കുറച്ച് നേരമൊക്കെ നമുക്ക് പുറത്ത് വെക്കാം. പക്ഷെ ഒത്തിരി നേരം എനിക്കൊന്നുമില്ല, തേങ്ങ അരച്ചേക്കുന്നതുകൊണ്ടാണ് ഇത് ചിലപ്പോൾ ചീത്തയാവുമായിരിക്കും. പക്ഷേ കുറച്ച് സദ്യക്കൊക്കെ തലേന്നൊക്കെ ഇത് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, നിങ്ങളിതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാളൻ ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഇളക്കുകയൊക്കെ വേണം തൈര് ഒഴിച്ചതിന് ശേഷം. അങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. ഞാനിതിനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാൻ പോവാം. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ഇലയ്ക്ക് എടുത്തിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ പിക്കിളാണ് കേട്ടോ. ഞാനിതിൻ്റെ റെസിപ്പി ഇതിനകത്തിടാം. ഓക്കെ, ഒരിത്തിരി പിക്കിളോ അല്ലേ, കുറച്ച് റൈസൊക്കെ എടുത്തു. പപ്പടമൊക്കെ ആയിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇത് വെന്തിട്ടൊക്കെ ഉണ്ട് നന്നായിട്ട്. അതുപോലെ കുറുകിയിട്ടുമുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് റൈസൊക്കെ ആയിട്ടൊന്ന് കഴിച്ച് നോക്കാം. റിയലി ടേസ്റ്റി കാണാൻ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സദ്യക്ക് അടിപൊളിയായിരിക്കും. ഓക്കെ, ഇപ്പം അടിപൊളിയായിട്ടൊരു കാളൻ സദ്യക്കൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഈ കാളൻ്റെ സൈഡിൽ വേണം ഓലൻ വിളമ്പാൻ എന്ന് പറയാറുണ്ട്. അപ്പം നെക്സ്റ്റിന് ഞാൻ ഓലൻ വെച്ച് നോക്കട്ടെ. ഓക്കെ, ഓലൻ വെക്കുമ്പം ഈ കാളനോട് സൈഡിൽ വിളമ്പിയിട്ട് നമുക്കൊന്ന് രണ്ടുകൂടെ മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നന്നായിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലൊരു കുറുക്ക് കാളൻ സദ്യക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇനി വേറെ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.